നമസ്കാരം. പ്രധാന വാർത്തകൾ. മാലിയിൽ ഭീകരാക്രമണം. 3 ഇന്ത്യക്കാരെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി. പടിഞ്ഞാറൻ മാലിയിലുള്ള കൈസ് പട്ടണത്തിലെ ഒരു സിമന്റ് ഫാക്ടറിയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെയാണ് ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയത്. അൽ-ഖ്വയ്ദ ബന്ധമുള്ള ഭീകര സംഘടനയായ ജമാഅത്ത് നുസ്രത്ത് അൽ ഇസ്ലാമിന്റെ ഭീകരരാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്. ഫാക്ടറിയിലേക്ക് കടന്നു കയറിയ ഭീകരർ കനത്ത ആക്രമണം അഴിച്ചുവിട്ട ശേഷം അവിടെയുണ്ടായിരുന്ന 3 ഇന്ത്യൻ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. സംഭവത്തെ ഇന്ത്യ അപലപിക്കുന്നുവെന്നും 3 പേരെയും കണ്ടെത്താൻ മാലി സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും ഉടൻ സ്വീകരിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇവരുടെ കുടുംബങ്ങളുമായും വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെട്ട് വരികയാണ്. മാലിയിലെ സാഹചര്യം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്നും പൗരന്മാരുടെ മോചനം സാധ്യമാക്കാൻ തങ്ങളും ഇടപെടുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. മാലിയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് ജാഗരൂകരായിരിക്കാനും ബാമാക്കോയിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം ബന്ധപ്പെടാനും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയപാതയിൽ നിർമ്മാണത്തിനെടുത്ത കുഴിയിലേക്ക് കാർ മറിഞ്ഞു. യുവാക്കൾക്ക് അത്ഭുത രക്ഷ. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ കാർ മറിഞ്ഞ അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം സ്വദേശി മനു, തൃശൂർ സ്വദേശി വിൽസൺ എന്നിവരായിരുന്നു കാറിലുണ്ടായിരുന്നത്. പുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മിക്കാനെടുത്ത കുഴിയിലേക്കാണ് കാർ വീണത്. തിരുവനന്തപുരത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്നു കാർ. ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. മുമ്പിലുണ്ടായിരുന്ന വാഹനം പെട്ടെന്ന് നിർത്തിയപ്പോൾ മനുവും കാർ നിർത്തി. ഈ സമയത്ത് കാർ റോഡിൽ സ്കിഡായി കുഴിയിലേക്ക് മറിയുകയായിരുന്നു. പുലർച്ചെ 5 മണിക്കാണ് അപകടമുണ്ടായത്. ഇരുവരും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പന്നിത്തടത്ത് KSRTC ബസും മീൻ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് വൻ അപകടം. ബസ് ഡ്രൈവറും കണ്ടക്ടറും ഉൾപ്പെടെ 12ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് കുമളിയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും കുന്നംകുളത്ത് നിന്ന് വരികയായിരുന്ന മീൻ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിച്ച വാഹനങ്ങൾ ഇടിച്ചു കയറി 2 കടകളും തകർന്നിട്ടുണ്ട്. ബസ്സിലെ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ മുഴുവൻ ആളുകളെയും കുന്നംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണ്. അപകടത്തിൽ KSRTC ബസിന്റെയും മീൻ ലോറിയുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. കേച്ചേരി, അക്കിക്കാവ്, വടക്കഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന ജംഗ്ഷനാണ് പന്നിത്തടം. അടുത്തിടെ റോഡ് പണി കഴിഞ്ഞതിനാൽ ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് അമിത വേഗതയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഓമനപ്പുഴ കൊലപാതകം. യുവതിയുടെ അമ്മ കസ്റ്റഡിയിൽ. ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മ കസ്റ്റഡിയിൽ. മണ്ണഞ്ചേരി പോലീസാണ് ജെസിമോളെ കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന സംശയത്തെ തുടർന്നാണ് നടപടി. ജെസിമോളെയും ഭർത്താവ് ജോസിനെയും വിശദമായി ചോദ്യം ചെയ്യും. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, കൊലപാതകം മറച്ചുവെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രാഥമിക ഘട്ടത്തിൽ ജെസിമോൾക്കെതിരെ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. തിങ്കളാഴ്ച രാത്രിയാണ് ജാസ്മിൻ കൊല്ലപ്പെട്ടത്. ഭർത്താവുമായി പിണങ്ങിക്കഴിയായിരുന്ന യുവതി ജീവൻ ഒടുക്കിയതെന്നായിരുന്നു ആദ്യം കരുതിയത്. മരണത്തിൽ ഡോക്ടർമാർ സംശയം പ്രകടിപ്പിച്ചതോടെ പോലീസ് പിതാവിനെ ചോദ്യം ചെയ്യുകയായിരുന്നു. ഡയാലിസിസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട്. VSന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് VSന്റെ ജീവൻ നിലനിർത്തുന്നത്. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യണമെന്ന നിർദ്ദേശം മെഡിക്കൽ ബോർഡ് നൽകിയിരുന്നു. എന്നാൽ ഇന്നലെ ഡയാലിസിസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും VSന്റെ ശരീരം അതിനോട് പ്രതികരിച്ചിട്ടില്ല. രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നും നിൽക്കുകയാണ്. ഇതിനൊപ്പം വൃക്കകളുടെ പ്രവർത്തനം സാധാരണഗതിയിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാരുടെ സംഘം VSന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്.